അല്ലെങ്കിൽ ലാംബിയിലൊക്കെ സ്റ്റാർട്ടിംഗ് ട്രബിളിനെ കുറിച്ച് നിങ്ങൾ കുറേ നാൾ ഓടിച്ചിട്ട് ഒരാഴ്ചയോ 2 ആഴ്ചയൊക്കെ എനക്കാണ്ട് വയ്ക്കുമ്പോൾ ഒരു സ്റ്റാർട്ടിംഗ് ട്രബിൾ ഉണ്ടാവാം. അതിൻ്റെ ഒരു കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കാരണം, പല കാരണങ്ങളുണ്ട്. കാർബറേറ്ററിൻ്റെ കംപ്ലൈൻറ്റ് ഉണ്ടാവാം, ഓവർഫ്ലോ ഉണ്ടാവാം, പ്ലാറ്റിനം പോയിൻ്റ് ഒരു ഇഷ്യൂ ഉണ്ടാവാം. അപ്പോൾ എന്താണ് പ്ലാറ്റിനം പോയിൻ്റ് എന്ന് പറയാം? പഴയ കാലങ്ങളിൽ CD യൂണിറ്റിന് പകരം ഉപയോഗിച്ചിരുന്ന ഒരു സിസ്റ്റം അതെന്ന് വെച്ചാൽ CB യൂണിറ്റ്, കോണ്ടാക്ട് ബ്രേക്കിംഗ് സിസ്റ്റം. അതിലൊന്നാണ് പ്ലാറ്റിനം പോയിൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഒരു പഴയ മെക്കാനിസമാണത്. ഞാൻ ജസ്റ്റ് കാണിച്ചു തരാം. ഇതാണ് ശരിക്കും പ്ലാറ്റിനം പോയിൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഓക്കെ, ഇതിൻ്റെ ഒരു ഗ്യാപ്പ് സെറ്റിങ്ങിൽ ഉണ്ടാകുന്നൊരു പ്രശ്നം, കാലക്രമേണ ഗ്യാപ്പ് സെറ്റിങ്ങിൽ വരുന്നൊരു പ്രശ്നം, അല്ലെങ്കിൽ ഇതിൻ്റെ ഇടയിൽ ക്ലാവ അങ്ങനെയൊക്കെ പിടിക്കുമ്പോൾ ഉണ്ടാകുന്ന ഇഷ്യൂ ആണ് ഒരു സ്റ്റാർട്ടിംഗ് ടേബിളിൽ ഉണ്ടാകാനുള്ള കാരണം. അല്ലെങ്കിൽ ഇത് തേഞ്ഞു പോകാം, കാലക്രമേണ ഇത് തേഞ്ഞു പോയി കഴിഞ്ഞാൽ ഒരു ഇഷ്യൂ ഉണ്ടാകും. ഓക്കെ, ഒന്ന്. രണ്ടാമത്തേന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊക്കെ നമുക്ക് മാറ്റി വയ്ക്കാം. കണ്ടൻസർ. ഓക്കെ, ഈ കണ്ടൻസറിന് ഇഷ്യൂ വന്നു കഴിഞ്ഞാലും സ്റ്റാർട്ടിംഗ് ട്രബിൾ ഉണ്ടാകും. രണ്ട് കാര്യങ്ങളാണ്, കണ്ടൻസർ അല്ലെങ്കിൽ പ്ലാറ്റിനം പോയിൻ്റ്. കണ്ടൻസറിന് അങ്ങനെ കേടുപാട് വരാറില്ല, പ്ലാറ്റിനം പോയിൻറ്റിനാണ് ഇഷ്യൂ വരാറ്. അല്ലെങ്കിൽ പ്ലാറ്റിനം പോയിൻ്റ് കൊടുത്ത ഇതിലുള്ള മിസ്റ്റേക്ക് കൊണ്ട് കറണ്ട് ലീക്കൊക്കെ ചെയ്ത് പോയി കഴിഞ്ഞാൽ ഉണ്ടാകുന്ന ഇഷ്യൂ ആണ്. ഓക്കെ, ഇനി നമുക്ക് സ്റ്റേറ്ററിനെ കുറിച്ച് പറയാം. ഓക്കെ, ഇതാണ് സ്റ്റേറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇതിലാണ് പ്ലാറ്റിനം പോയിൻ്റ് വയ്ക്കുക. ഇതൊരു സ്റ്റേറ്ററാണ്, 6 പോൾ ഉള്ള 6 പോൾസ് ഉള്ളൊരു സ്റ്റേറ്ററാണ്. ഓക്കെ, ഇതിലാണ് നമ്മൾ പ്ലാറ്റിനം പോയിൻ്റ് കണക്ട് ചെയ്യുക. ഓക്കെ, പ്ലാറ്റിനം പോയിൻ്റ് കണക്ട് ചെയ്യുന്നത്. ഇതിൽ ചെറിയൊരു മോഡിഫിക്കേഷൻ നമുക്ക് ചെയ്യാവുന്നതാണ്. മോഡിഫിക്കേഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ കാണിച്ച കണ്ടൻസർ, ആ കണ്ടൻസർ നമുക്ക് പുറത്തേക്ക് ആക്കാം. ഇത് എല്ലാം ജസ്റ്റ് പുതിയ വൈൻഡിങ് ഒക്കെ ചെയ്ത ഒരു സ്റ്റേറ്ററാണ്. ഇതിൽ കണ്ടൻസറും ഇല്ല, നമ്മൾ പ്ലാറ്റിനം പോയിൻ്റ് ഇല്ല. നോർമലി വരാമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഉള്ളൊരു ഹോൾസ് കണ്ടിട്ട് ഇതിനെ അറ്റാച്ച് ചെയ്തിട്ടാണ് ഈ കണ്ടൻസർ വരാം. ചെറുക്കങ്ങനെ ചേർന്നിട്ട് ഇവിടെ ഒരു ചെറിയ ബോൾട്ട് ഇട്ട് കൊടുക്കാം. ഇതിന് 2 വയറാണ് വരുന്നത്. നോക്കി കഴിഞ്ഞാൽ അറിയാൻ പറ്റും, 2 വയർ. ഓക്കെ, 1, 2, ഇങ്ങനെ 2 വയർസാണ് ഇതിൽ കാണുന്നത്. ഇത് ബോഡി എർത്ത് ചെയ്യാനുള്ളതാണ്. നോർമലി എർത്ത് ചെയ്തിരുന്നാലേ ആ വർക്കിംഗ് കറക്റ്റ് ആവുള്ളൂ. ഇനി ഇതെങ്ങനെയാണ് കണക്ട് ചെയ്യാന്ന് പറയാം. ഇതൊന്ന് കാണിച്ചു തരാം. ഇതിൽ അറ്റാച്ച് ചെയ്ത ഒന്നെടുത്ത് കാണിക്കുന്നതായിരിക്കും ഏറ്റവും എളുപ്പം. ഓക്കെ, ഇതിൽ നോക്കുവാണെങ്കിൽ ഇതിൻ്റെ കണ്ടൻസർ പുറത്താണ് വെച്ചേക്കുന്നത്. ഇനി ഇത് എങ്ങനെയാണ് കണക്ട് ചെയ്യണമെന്നുള്ളത് പറയാം. നമുക്ക് ഉള്ളിൽ വെച്ചാലൊരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കണ്ടൻസറിൻ്റെ കംപ്ലയിൻറ്റ് എപ്പോഴും ഉണ്ടായിക്കഴിഞ്ഞാൽ അതഴിക്കുക ഇത്തിരി ബുദ്ധിമുട്ടാണ്. അതഴിക്കണമെങ്കിൽ നമ്മൾ ഫ്ലൈവീൽ അഴിക്കണം. ഫ്ലൈവീൽ അഴിക്കണമെങ്കിൽ എന്ത് വേണം? ഫ്ലൈവീൽ കാണിച്ചു തരാം. അപ്പോൾ അഴിച്ചൊരു ഫ്ലൈവീലുണ്ട്, കാണിച്ചു തരാം.
ഫ്ലൈ വീലിനൊരു വെട്ടുണ്ട്, അത് കറക്റ്റ് കീ ആയിട്ട് വന്ന് വീഴണം. അഴിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ഫ്ലൈ വീല് അഴിക്കണമെങ്കിൽ 2 ടൂൾസ് വേണം. അല്ലെങ്കിൽ ചെറിയ വെള്ളത്തിൽ വീലിലൊക്കെ അഴിച്ചെടുക്കാം. ഒന്ന് ഞാൻ കാണിച്ചത്, ഇതൊന്ന് മാറ്റി വെച്ചോട്ടെ. ഇതാണ് ആ ടൂൾ. ഓക്കെ, ഫ്ലൈ വീൽ പുള്ളർ എന്നാണ് പറയാം. ഇത് നമുക്ക് ഇതിൻ്റെ ഉള്ളിലും ത്രെഡുണ്ട്, പുറത്തും ത്രെഡുണ്ട്. ഓക്കെ, നമ്മളിത് അഴിക്കുകയാണെങ്കിൽ ആദ്യം ഈ ക്രാങ്ക് ഷാഫ്റ്റിലാണ് ഈ ഫ്ലൈ വീല് കണക്ട് ചെയ്തിരിക്കുന്നത്. അപ്പം ആദ്യം ക്രാങ്ക് ഷാഫ്റ്റിൽ നിന്ന് ഫ്ലൈ വീല് കണക്ട് ചെയ്തിരിക്കുന്ന ഒരു നെട്ടുണ്ട്, അത് ഊരിയെടുക്കണം. ഇതാണ്. ഇനി വേറൊരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് നമ്മുടെ ക്രാങ്ക് ഷാഫ്റ്റുമ്മ മുറുക്കി വെച്ചേക്കാണ്. ഈ ഫ്ലൈ വീല് പോകാണ്ടിരിക്കാൻ ഒരു സ്പ്രിങ് വാഷർ, എന്നിട്ട് ഇതിങ്ങനെ കണക്ട് ചെയ്ത് വെച്ചേക്കാണ്. അപ്പോൾ നിങ്ങൾ ഇത് അഴിക്കുമ്പോൾ ഒരു ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, എൻ്റെ സൈസൊന്നും പറയണില്ല, അത്യാവശ്യം ഇത് നോക്കിയിട്ട് നമുക്ക് അറിയാൻ പറ്റും. നോർമലി നമ്മൾ നെട്ടും ബോൾട്ടൊക്കെ മുറുക്കണം ഈ ഒരു ഡയറക്ഷനിലാണ്. ആക്ച്വലി അങ്ങനെയല്ല, ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ് നമ്മൾ ഇത് ടൈറ്റ് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ അഴിച്ചെടുക്കുന്ന ഒരു നോർമലി മറ്റെല്ലാ നെട്ടും അഴിച്ചെടുക്കുന്ന ഡയറക്ഷനിൽ വേണം ഇത് മുറുക്കാൻ. എന്നുവെച്ചാൽ എങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ഇത് മുറുക്കും, അങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ഇത് ലൂസാക്കാണ് ചെയ്യണം. ഓക്കെ, ഈ 2 കാര്യങ്ങളാണ് വേണ്ടത്. അതിന് ശേഷം ഇത് നമ്മൾ ഉരുടുത്തു ശേഷം ഈ പറഞ്ഞ ഫ്ലൈ വീൽ പുള്ളർ ഉപയോഗിക്കുക. ഫ്ലൈ വീൽ പുള്ളറിൻ്റെ ഡയറക്ഷൻ സാധാരണ നമ്മൾ നോക്കുന്ന അതേ ഡയറക്ഷനിലാണ്. ഓക്കെ, നന്നായിട്ട് ടൈറ്റ് ചെയ്യാം. അതിന് ശേഷം ഇപ്പോൾ കറക്റ്റായിട്ട് കാണുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. അതിന് ശേഷം ഇത് ടൈറ്റ് ചെയ്യും. ഇത് ടൈറ്റ് ചെയ്യുമ്പോഴത്തെ ഒരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ പുള്ളറിൻ്റെ ബോഡി തിരിയാൻ തുടങ്ങും. അപ്പോൾ നമ്മൾ ഏതെങ്കിലും ഒരു വലിയ സ്പാനർ വെച്ച് ലോക്ക് ചെയ്തതിന് ശേഷം തിരിക്കാവും. ഓക്കെ, അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഫ്ലൈ വീല് കണക്ട് ചെയ്തിരിക്കുന്ന ക്രാങ്ക് ഷാഫ്റ്റിൽ ഒരു കീ ഉണ്ട്. എന്താ വെച്ച് കഴിഞ്ഞാൽ സെമി സർക്കിൾ ആകൃതിയിലുള്ള ഒരു മെറ്റൽ കീ ആണ്. ആ മെറ്റൽ കീന്ന് ഇത് പയ്യെ അഴിഞ്ഞു വരും. ഓക്കെ, ഇതിങ്ങനെ അകന്നു വരുന്നതായിട്ട് കാണാൻ പറ്റും. ഓക്കെ, അപ്പോൾ അതിന് ശേഷം നമ്മൾ ഈ പറഞ്ഞ പുള്ളർ ആദ്യം അഴിച്ചതിന് ശേഷം ഇതങ്ങ് ഉരുടുക്കാം. ഉരുടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ബോൾട്ട് ഉണ്ടല്ലോ, ബോൾട്ടിൻ്റെ ഇങ്ങനെയായിരിക്കും ഇത് ഊരി. ഈ ബോൾട്ടിൻ്റെ അവിടെ ഒരു വാഷറുണ്ട്, അതുകൊണ്ട് റിമൂവ് ചെയ്തേക്കണം, അല്ലെങ്കിൽ കീ അടിച്ചു പോകാൻ ചാൻസ് ഉണ്ട് അതില്ലാണ്ട് മുറുക്കി കഴിഞ്ഞാൽ. ഓക്കെ, അങ്ങനെ നമ്മൾ ഫ്ലൈ വീല് ഉരുടുത്തു. ഫ്ലൈ വീല് ഉരുടുക്കുമ്പോൾ ശ്രദ്ധിക്കുക, ഇതിൽ വരാവുന്ന ഒരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് ഇന്നർ സൈഡിൽ ഈ പറഞ്ഞ ഈ ഭാഗത്ത് തേയ്മാനം ഉണ്ടാവാണ്ടിരിക്കുക, റഫ് ആവാൻ സ്മൂത്ത് ആയിരിക്കാൻ നോക്കാം. ഓക്കെ, ഇവിടെ വന്നിട്ടാണ് നമ്മൾ പ്ലാറ്റിനം പോയിൻ്റ് കറങ്ങുമ്പോൾ മുട്ട അതൊന്നും കയറിയിരിക്കണ ഈ ഒരു ഭാഗത്താണ്. അപ്പോൾ അതിൽ തേയ്മാനം ഉണ്ടോ എന്ന് നോക്കാം. അതിൽ തേയ്മാനം ഉണ്ടെങ്കിലും ഇഗ്നിഷൻ പ്രോപ്പറായിട്ട് നടക്കില്ല. ഓക്കെ, അടുത്തത് സ്റ്റേറ്ററാണ്.
നോർമലി സ്റ്റേറ്റർ ഇത് 2 സ്റ്റേറ്റർ വെച്ചിട്ടുണ്ട്. ഞാൻ ജസ്റ്റ് ഒരു കമ്പാരിസന് വേണ്ടിയാണ്, കാര്യങ്ങൾ പെട്ടെന്ന് മനസ്സിലാക്കാൻ വേണ്ടി. നോർമലി സ്റ്റേറ്റർ നോക്കുമ്പോൾ 6 പോൾസ് ആണ്. ഈ വിജയ് സൂപ്പറിൻ്റെയൊക്കെ ഈ 6 പോൾസ് 12 വോൾട്ടേജാണ്. ലാംബ്രട്ടൊക്കെ ഒരു 6 വോൾട്ടേജാണ്. ഇനി ഇതിൽ വേറൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ചെറിയ മോഡിഫിക്കേഷനൊക്കെ ചെയ്യാൻ വേണ്ടി നമ്മൾ ഈ ലാംബ്രട്ട അല്ലെങ്കിൽ 6 വോൾട്ട് അല്ലെങ്കിൽ വിജയ് സൂപ്പറിൻ്റെ കേസ് എടുത്തു കഴിഞ്ഞാൽ, വിജയ് സൂപ്പറിൻ്റെ ഞാൻ പറഞ്ഞു 12 വോൾട്ടേജാണ് സ്റ്റേറ്റർ എന്ന് പറഞ്ഞു. അപ്പോൾ നമുക്ക് ബാറ്ററി കണക്ട് ചെയ്യാം. കാരണം ഇപ്പോൾ 12 വോൾട്ടേജ് ബാറ്ററി അവൈലബിൾ ആണ്, ബാറ്ററി കണക്ട് ചെയ്യാൻ പറ്റും. നേരെ മറിച്ച് ലാംബ്രട്ടയ്ക്കാണെങ്കിൽ 6 വോൾട്ടേജാണ്. 6 വോൾട്ടേജിൻ്റെ കേസ് പറയുമ്പോൾ എന്ന് വെച്ചാൽ ലാംബ്രട്ടയുടെ കേസ് പറയുകയാണെങ്കിൽ അത് 6 വോൾട്ടേജാണ്. അപ്പോൾ അതിൽ ബാറ്ററി കണക്ട് ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. കാര്യം എന്താണ്, 6 വോൾട്ടിൻ്റെ ബാറ്ററി അവൈലബിൾ അല്ല. അപ്പോൾ നമുക്കിത് കൺവെർട്ട് ചെയ്യണം. കൺവെർട്ട് ചെയ്യുകയാണെങ്കിൽ ഈ പറഞ്ഞ വിജയ് സൂപ്പറിൻ്റെ സ്റ്റേറ്റർ എടുത്തിട്ട് അതിൽ കണക്ട് ചെയ്താൽ മതി. ഓക്കെ. പ്ലസ് വേറൊരു കാര്യം കൂടി ഉണ്ട്, ഒരു ഡയോഡ് അല്ലെങ്കിൽ റെക്ടിഫയർ വെക്കണം. കാര്യം അത് വരുന്നത് 12 വോൾട്ടേജ് AC കറണ്ടാണ് വരുന്നത്. ഇത് DC കറണ്ട് ആക്കണമെങ്കിൽ റെക്ടിഫയർ അല്ലെങ്കിൽ ഒരു ഡയോഡ് നമ്മൾ വെക്കണം. ഓക്കെ, സർക്യൂട്ടിൽ ഡയോഡ് വെക്കണം. നമുക്കൊരു വേറെ വീഡിയോ ചെയ്യാം. ഓക്കെ. ഓക്കെ, നിങ്ങൾ പല വീഡിയോയും കണ്ടിട്ടുണ്ടാവും ഇതെങ്ങനെയാണ് വർക്ക് ചെയ്യണമെന്നുള്ളത് കണ്ടിട്ടുണ്ടാവും. ഞാൻ പഴയ സ്റ്റേറ്റർ തന്നെ എടുത്തു. കാര്യം ഇത് കണക്ട് ചെയ്ത് വെച്ചിരുന്ന ഒരു സ്റ്റേറ്ററാണ്, അപ്പോൾ കാര്യങ്ങൾ പറയാൻ എളുപ്പമായിരുന്നു. നേരത്തെ പറഞ്ഞ പോലെ കണ്ടൻസർ പുറത്താണ് വെച്ചേക്കുന്നത്. കണ്ടൻസർ പുറത്ത് വെച്ചേക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്ന് എർത്താണ്, 2 ഈ പറഞ്ഞ പോയിന്റിലേക്ക് കണക്ട് ചെയ്തേക്കും. നമ്മൾ ഈ ഒരു വയറില്ല, ഒരു ബ്ലാക്ക് വയർ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിലേക്കാണ് കൊടുത്തേക്കണം. ഒരു വയർ ഇവിടേക്ക് കൊടുക്കാം. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നമ്മുടെ കണ്ടൻസർ, ഈ ഹോളിൽ കണ്ടൻസർ വെച്ചേക്കുന്നു. കണ്ടൻസറിന് 2 വയറുണ്ട്, അതിലൊരു വയർ ഇവിടേക്ക് കൊടുക്കാം. ഓക്കെ, ഒരു വയറ് എർത്ത് കൊടുക്കുക, അല്ലെങ്കിൽ പുറത്തേക്ക് ഈ ഗ്രീനിലേക്ക് കൊടുത്തേക്കാം. ഓക്കെ, ഇനി അത് വെച്ചൊരു വീഡിയോ കാണിച്ചു തരാം. അപ്പോൾ ഇതാണ് ഇതിൽ വരുന്നൊരു പ്രശ്നം. പിന്നെ പോയിൻ്റ് ഗ്യാപ്പ് സെറ്റിംഗ് ആണ്. പോയിൻ്റ് ഗ്യാപ്പ് സെറ്റിംഗ് ഇത് ഒന്ന് നിങ്ങൾ വയ്ക്കുമ്പോൾ ആദ്യം ഒന്ന് ഡീസലിലൊന്ന് വാഷ് ചെയ്തതിന് ശേഷം വെക്കണം. പിന്നെ സ്റ്റാർട്ടിംഗ് ടേബിൾ ഉണ്ടാവണം. ചെറിയ ചെറിയ കാര്യങ്ങളാട്ടോ ഞാൻ പറയുന്നത്. കാര്യം ഈ ഒരു പോയിൻ്റ് ഗ്യാപ്പ് വെക്കാമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് വന്നിട്ട് നമ്മുടെ ക്രാങ്ക് ഷാഫ്റ്റിൻ്റെ ഫ്ലൈ വീലിൻ്റെ ഇന്നർ പാർട്സിൽ വന്ന മുട്ടാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ അത് മുട്ടുമ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ചെറിയ ഒരു കയറിയൊരു പോർഷൻ ഉണ്ട് അതിൽ. അപ്പോൾ അത് വരുമ്പോൾ ഇതൊന്നും ഇങ്ങനെ പയ്യാവും, ഒരു പീരിയോഡിക്കലായിട്ട് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് ചെയ്യണം. ഓക്കെ, സിമ്പിളായിട്ടാണ് പറയണത്, ഈ ടെക്നിക്കൽ വേർഡ്സ് ഒന്നും യൂസ് ചെയ്യണില്ല. ഓക്കെ, അപ്പോൾ ഇനി പിന്നെ ഒരു കാര്യം എന്ന് വെച്ചാൽ, ഇതിങ്ങനെ വർക്ക് ചെയ്യുമ്പോൾ നിങ്ങളിവിടെ ഒരു നെട്ട് സ്ക്രൂ കണ്ടു, ഒരു സ്ക്രൂ വാഷ് വെച്ച് ടൈറ്റ് ചെയ്ത് കുറേ കഴിയുമ്പോൾ ഇതിങ്ങനെ ലൂസായി കഴിഞ്ഞാൽ പോയിൻ്റ് ഗ്യാപ്പ് മാറാൻ ചാൻസ് ഉണ്ട്. പിന്നെ വരുന്നൊരു ഇഷ്യൂ ഈ ഭാഗത്ത് കണ്ടു, നമ്മളൊരു ഇത് വേറെ എടുത്ത് കാണിച്ചു തരാം. ഈ ഒരു ഭാഗത്ത് ഇങ്ങനെ വളച്ചിട്ട് വന്നിട്ടാണ് ഈ സ്ക്രൂ നമ്മൾ കടത്തേണത്. അപ്പോൾ ഈ രണ്ടും കോണ്ടാക്ട് ചെയ്യാണ്ടിരിക്കാൻ ഒരു വാഷറുണ്ട്, പ്ലാസ്റ്റിക്കിൻ്റെ ഒരു ഇൻസുലേറ്റർ ഉണ്ട്. അപ്പോൾ അത് കോണ്ടാക്റ്റ് വരാണ്ടിരിക്കാൻ നോക്കാം. ഈ ഒരു വയർ എടുത്തിട്ട് നമ്മൾ കണ്ടൻസറിൻ്റെ ഒരു വയറിൽ കൊടുക്കാം, മറ്റേത് ഗ്രീൻ പിക്കപ്പ് കോയിലേക്ക് വരുന്ന ഗ്രീൻ വയറിലേക്ക് കൊടുത്തേക്കാം. ബാക്കി വരുന്ന 1, 2, 3, 4, 5 ഇതിൽ വരുന്നതിൽ ഓൺ അല്ലെങ്കിൽ ലൈറ്റ് അങ്ങനെയൊക്കെയാണ് സ്വിച്ച് കൊടുത്തേക്കുന്നത്. അപ്പോൾ നിങ്ങളത് കണക്ട് ചെയ്തതിന് ശേഷം ഇതിൽ നിന്ന് വരുന്ന അല്ലെങ്കിൽ ഗ്രീൻ വയറിലൊന്ന് ടച്ച് ചെയ്ത് നോക്കാം, ഒരു ബ്ലൂ ടിഞ്ചഡ് സ്പാർക്ക് വരുന്നുണ്ടോ എന്ന് ആദ്യം നോക്കാം. അതിന് ശേഷം HT കോയിലേക്ക് കൊടുത്താൽ മതി. ബാക്കി എല്ലാത്തിലേക്കും കറണ്ട് വരുന്നുണ്ടോ എന്ന് ജസ്റ്റ് ഒന്ന് കിക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ കിക്ക് ചെയ്യാൻ എളുപ്പത്തിന് നിങ്ങൾ സ്പാർക്ക് പ്ലഗ് റിമൂവ് ചെയ്തേക്കണം. ഓക്കെ, പിന്നെ ഇത് അറ്റാച്ച് ചെയ്യണം. ഇത് അറ്റാച്ച് ചെയ്യുമ്പോൾ ഇതിൻ്റെ 3 ഹോൾസ് കണ്ടു. ഈ ഹോൾസിൽ നമുക്കിത് അഡ്വാൻസ് ഫയറിങ്
ലേറ്റ് ഫയറിങ് ഒക്കെ അങ്ങനെ ചെയ്യാം, എന്താ കൺട്രോൾ ചെയ്യാൻ പറ്റും. അപ്പോൾ മാക്സിമത്തിൽ ഇട്ട് കഴിഞ്ഞാൽ ഇതൊന്ന് ലെഫ്റ്റോട്ട് തിരിക്കുക. ഈ 3 നെട്ട് ലൂസായതിനു ശേഷം ലെഫ്റ്റോട്ട് തിരിക്കുക. ഓക്കെ, അതിനുശേഷം ഈ ഫ്ലൈ വീല് ചെക്ക് ചെയ്യാം. ഫ്ലൈ വീല് ചെക്ക് ചെയ്യുമ്പോഴത്തെ വേറൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങളൊരു റീസ്റ്റോറേഷൻ പ്രോജക്റ്റിലാണ് നടക്കുന്നതെങ്കിൽ, നോർമൽ ഉപയോഗിക്കുന്ന വണ്ടിക്ക് വന്ന സ്റ്റാർട്ടിങ്ങുള്ളതല്ല, ഒരു റീസ്റ്റോറേഷൻ കാലക്രമേണ തുരുമ്പൊക്കെ എടുക്കുന്ന മണ്ണിലൊക്കെ മൂടിക്കെടുക്കുന്ന ഒരു വണ്ടി, കംപ്ലീറ്റ് തുരുമ്പാക്കിയ ഒരു വണ്ടിയുടെ റീസ്റ്റോറേഷൻ ആണെങ്കിൽ ഈ ഫ്ലൈ വീല് കൊണ്ടുവന്ന് പവർ അയക്കുക. എന്ന് വെച്ചാൽ മാഗ്നറ്റ് വീക്കായിട്ടുണ്ടെങ്കിൽ പവർ അയക്കുക. ഓക്കെ, ഉള്ളിൽ ഒരു മാഗ്നറ്റ് ഉണ്ട്, കണ്ട മാഗ്നറ്റിൻ്റെ ഒരു കോർ ഉള്ളിലുണ്ട്. ഓക്കെ, അതൊന്ന് ഇൻസ്പെക്ട് ചെയ്താൽ നന്നായിരിക്കും. പിന്നെ ഇതിൻ്റെ വേറൊരു കാര്യം എന്ന് വെച്ചാൽ, നിങ്ങൾ ഊരുമ്പോഴൊക്കെ ഇതിൻ്റെ ഇൻസുലേഷൻ പോയി കഴിഞ്ഞാൽ അതൊരു പ്രശ്നമാണ്. ഇത് ഓരോ യൂണിറ്റായിട്ട് നിങ്ങൾക്ക് വാങ്ങിക്കാൻ കിട്ടും. എല്ലാം കൂടി ഒരു 1000 രൂപ എടുത്ത് വില വരുന്നുണ്ട്. ഇത് ഏറ്റവും എളുപ്പം എന്ന് വെച്ച് കഴിഞ്ഞാൽ CD യൂണിറ്റ് ആക്കാനുള്ളതാണ്. CD യൂണിറ്റ് ആക്കുന്ന ഒരു വീഡിയോ വേറെ ചെയ്യാം. ഇത്രേ ഉള്ളൂ. ഇത് കംപ്ലീറ്റ് ചെക്ക് ചെയ്യുക. അതിൻ്റെ കവറിൽ അറ്റാച്ച് ചെയ്ത് വയ്ക്കാം. ഒരു റൈറ്റോട്ട് തിരിച്ചിട്ട്, ലെഫ്റ്റോട്ട് തിരിച്ചിട്ട് മാക്സിമത്തിൽ വെച്ചേക്കാം. ഓക്കെ, പിന്നെ വേറെ കാര്യം, ഈ 3 നെട്ടും ബോൾട്ടും ഒരേപോലെ കൊടുക്കുക. ഇതിന് കിട്ടുന്ന ബോൾട്ട് എടുത്ത് വയ്ക്കുക. ഇത് അലുമിനിയം ആണ്. വേറെ ഒരു സ്റ്റീലിൻ്റെ എടുത്ത് തിരിച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ത്രെഡ് പോകാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, അത് കഴിഞ്ഞു. ഇനി ഇത് ഈ രണ്ടിൻ്റെ സ്റ്റേറ്ററിൻ്റെ ഫ്ലൈവീലിൻ്റെയും കേസ് കഴിഞ്ഞു. വേറെ കാര്യം പറയാനുള്ളത്, ഇതിപ്പോൾ എന്താ പറയുക, കണ്ടൻസർ അറ്റാച്ച്ഡ് അല്ല. കണ്ടൻസർ അറ്റാച്ച് ചെയ്തിട്ട് ഒരു വീഡിയോ കാണിച്ചു തരാം. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്നാലേ നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ. ഇതിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു വയറിലേക്ക്, ഇതിപ്പോൾ പുറത്തേക്ക് കൊടുത്തേക്കണില്ല, ഈ വയറിലേക്ക് കണ്ടൻസറിൻ്റെ ഒരു വയർ കൊടുത്തേക്കാം. ഓക്കെ, അടുത്ത വയർ ഇവിടേക്കും കൊടുത്തേക്കാം, അല്ലെങ്കിൽ അടുത്തിലേക്ക് ഈ പറഞ്ഞ HD കോയിലേക്ക് കൊടുക്കുന്ന വയറിലേക്ക് കൊടുത്തേക്കാം. ഓക്കെ, അതാണ് പറയാനുള്ളത്. പിന്നെ കണ്ടൻസറിൻ്റെ കേസ് പറഞ്ഞപ്പോൾ, ഇത് ആക്ച്വലി വിജയ് സൂപ്പർ ലാംബി അല്ലെങ്കിൽ ലാംബർട്ടേക്ക് വരുന്ന ഒരു കണ്ടൻസറാണ്. ഈ കണ്ടൻസർ മാറ്റി നമുക്ക് ബജാജിൻ്റെ കണ്ടൻസർ വെച്ച് കഴിഞ്ഞാൽ കുറച്ചും കൂടി ഒരു പവർ ലൈഫും കിട്ടും. ഓക്കെ, ഇത്തിരി സൈസ് കൂടിയ ഒരു കണ്ടൻസറായിരിക്കും. ഇനി നിങ്ങളിത് വെച്ചു, അതുപോലെ തന്നെ ഇത് വെച്ചതിന് ശേഷം ഫ്ലൈ വീല് വെക്കുകയാണ്. ഫ്ലൈ വീല് വെക്കുമ്പോഴത്തെ ഒരു കാര്യം, പോയിൻ്റ് സെറ്റിംഗ്. പോയിൻ്റ് സെറ്റിംഗ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയൊരു കാര്യമാണ്. ടോപ്പ് ഡെഡ് സെൻറ്റർ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പിസ്റ്റൺ കംപ്ലീറ്റ് ആയിട്ട് മുകളിലേക്ക് വന്നിട്ട് റെസ്റ്റിംഗ് പൊസിഷനിൽ വന്നേക്കും. എന്ന് വെച്ച് കഴിഞ്ഞാൽ ക്രാങ്ക് ഷാഫ്റ്റ് കറങ്ങി പിസ്റ്റൺ മുകളിലേക്ക് വന്നു കഴിഞ്ഞാൽ ഒരു പോയിന്റിൽ, പർട്ടിക്കുലർ പോയിന്റിൽ നിൽക്കും. ആ പോയിന്റിലാണ് നമ്മൾ ഈ ഗ്യാപ്പ് സെറ്റ് ചെയ്യുന്നത്. അത് ഒരു പർട്ടിക്കുലർ ഡിഗ്രി ഉണ്ട്, ടൂളം കിട്ടാനൊക്കെ ഉണ്ട്, ആ ഒരു ഡിഗ്രി ഒക്കെ മെഷർ ചെയ്യാനുണ്ട്. ആ പോയിൻ്റ് വെച്ച് നമ്മൾ ഇത് കറക്റ്റായിട്ട് വന്നിട്ട് ചെറിയൊരു ഗ്യാപ്പ് നമ്മൾ സെറ്റ് ചെയ്യും. ഈ ഗ്യാപ്പ് എന്തോരം വേണമെന്നുള്ളത് ഇപ്പോൾ നമ്മൾ പഴയ ജാവയ്ക്ക് സ്റ്റിക്കും അല്ലെങ്കിൽ പ്ലാറ്റിനം അതിൻ്റെ എല്ലാത്തിനും ഉള്ള ഞാൻ അഡ്ജസ്റ്റ് ചെയ്യുന്ന ഒരു പരിപാടി എന്ന് വെച്ചാൽ, നമ്മൾ സിഗരറ്റിൻ്റെ കവറുണ്ടല്ലോ, ആ ഒരു കവറിൻ്റെ ഗ്യാപ്പ് വെച്ചിട്ട് സെറ്റ് ചെയ്യാം. ശരിക്കും 0.5 അങ്ങനെ പറഞ്ഞ പ്ലഗിൻ്റെ ഗ്യാപ്പ് പറയുന്ന പോലെ ഒരു ഗ്യാപ്പ് ഉണ്ട്.